ഹലോ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാംഗോ പാൻകേക്സ്. ഇത് നമുക്കൊരു ഡിസേർട്ടായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാൻകേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ മാങ്ങയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇടാൻ പോണത്. അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇത് നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കാൻ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻകേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കോൺഫ്ലവറും മൈദയും കുറച്ച് ഉപ്പും കൂടി ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഒരു മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാണ്ട് മാവ് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഒരു സ്മൂത്ത് മാവായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ നന്നായിട്ട് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ബബിൾസ് വരുന്ന വരെ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. സൈഡിൽ ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് റെഡി ആകുമ്പോൾ ഇതിനെ മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അറ്റം ഒന്ന് വിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വിട്ട് വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ അറ്റം വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ആ സൈഡിലും കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പാൻകേക്സ് മുഴുവൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പാൻകേക്സ് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ള നമ്മുടെ മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് മാങ്ങ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും തേങ്ങയും കുറച്ച് പൊടിച്ച പഞ്ചസാരയും ഇതെല്ലാം കൂടി ഞാനൊരു ബോളിൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഫില്ലിങ് നമ്മുടെ പാൻകേക്കിന്റെ നടുക്കെ വെച്ചിട്ട് നമ്മൾ ദോശ മടക്കുന്ന പോലെ മടക്കിയെടുക്കുക. ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി പാൻകേക്സും ഫില്ല് ചെയ്തെടുക്കാം. ഇതിലേക്കും ഫില്ലിങ് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാൻകേക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാൻ റെഡിയാണ്. അപ്പം എന്തായാലും ഇത് ഒരു ഡിസേർട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.